നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ഇത്രയും പേർക്ക് ദൈവവചന പഠനത്തിനായിട്ട് ചേർന്ന് വരുവാൻ കർത്താവ് നൽകി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുടെ പഠനത്തിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം 1ഉം 2ഉം അധ്യായങ്ങൾ പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്കറിയാം, ഗലാത്യ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലെ സഭയിൽ കടന്നുകൂടിയ ഒരു ദുരുപദേശത്തെ പ്രതിരോധിക്കുവാൻ, അതുമല്ലെങ്കിൽ സത്യസുവിശേഷത്തെ ഡിഫെൻഡ് ചെയ്യുവാൻ വേണ്ടിയാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഈ ഗലാത്യ ലേഖനം എഴുതിയത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളതിൻ്റെ 1ഉം 2ഉം അധ്യായങ്ങൾ പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും പൗലോസ് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, താൻ പ്രസംഗിക്കുന്നതായിരിക്കുന്ന സുവിശേഷം കേവലം മാനുഷമല്ല. 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അതാണ് പൗലോസ് പറയാനായിട്ട് ശ്രമിച്ചത്. തൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അതിനെ വിശദീകരിക്കുന്നത്. താൻ പ്രസംഗിക്കുന്ന സുവിശേഷം മനുഷ്യരിൽ നിന്ന് കേട്ടു പഠിച്ചതല്ല എന്ന സത്യമാണ് ഈ 1ഉം 2ഉം അധ്യായങ്ങളിൽ പൗലോസ് പറയാൻ ശ്രമിച്ചത്. നമ്മൾ കണ്ടു, 1-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ താൻ പത്രോസിൽ നിന്നോ യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരിൽ നിന്നോ അല്ല ഈ സുവിശേഷം മനസ്സിലാക്കിയത്. കാരണം താൻ ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുൻപ് യെരുശലേമിൽ പോയിട്ടുണ്ട് എങ്കിൽ പോലും അവിടെ ആളുകൾക്കൊരു മുഖപരിചയമാകാൻ പോലും തക്കവണ്ണം അവിടെ താമസിച്ചിട്ടില്ല എന്ന് പൗലോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തൻ്റെ സുവിശേഷം ഇത് സ്വതന്ത്രമാണ്, ഇൻഡിപെൻഡന്റ് ഫ്രം ദ അതർ അപ്പോസ്റ്റൽ. തനിക്ക് ലഭിച്ചതായിരിക്കുന്ന വെളിപ്പാട് മറ്റ് അപ്പോസ്തലന്മാരിൽ നിന്നും സ്വതന്ത്രമായി, അല്ലെങ്കിൽ അവരാരെങ്കിലും പഠിപ്പിച്ചു തന്നതല്ല, ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നതാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. രണ്ടാമത് പൗലോസ് അപ്പോസ്തലൻ പറയാൻ ശ്രമിക്കുന്നത്, താൻ പ്രസംഗിക്കുന്ന സുവിശേഷം ശരിയാണോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പൗലോസ് യെരുശലേമിൽ പോയി. അവിടെ ചെന്നിട്ട് പത്രോസും യാക്കോബും മറ്റ് അപ്പോസ്തലന്മാരും ഒക്കെ ഇരിക്കുമ്പോൾ അവരോട് താൻ പ്രസംഗിക്കുന്ന സുവിശേഷം ഇന്നതാണ് എന്ന് ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അവർ യാതൊരു തിരുത്തലുകളും പറഞ്ഞില്ല. അവർക്ക് ദൈവം വെളിപ്പെടുത്തിയ അതേ സുവിശേഷം തന്നെയാണ് പൗലോസിനും വെളിപ്പെടുത്തിയതെന്ന് അങ്ങനെ ബോധ്യപ്പെട്ടു. ആകെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, 2-ാം അധ്യായത്തിൽ ദരിദ്രരെ ഓർത്തു കൊള്ളണം. സുവിശേഷമൊക്കെ പറയുന്നത് കറക്റ്റാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. വിട്ടുപോകാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദരിദ്രരെ ഓർത്തുകൊള്ളണം. അതുമാത്രമാണ് പത്രോസ് ഒന്ന് ഓർമ്മിപ്പിച്ചത്. മൂന്നാമത് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ചിന്തിച്ചത്, പത്രോസിന്റെ ഭാഗത്തു നിന്നൊരു ഡീവിയേഷൻ ഉണ്ടായപ്പോൾ പൗലോസ് അതിനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പത്രോസിന്റെ ആ ഒരു പ്രവൃത്തി നമ്മൾ എന്താണെന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിന്റെ ഭാഗത്തൊരു ചെറിയ തെറ്റ് വന്നു. ചെറിയ തെറ്റ് എന്ന് ഞാനങ്ങ് പറഞ്ഞെങ്കിലും അത് എത്ര വലുതായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5 കാര്യങ്ങൾ പഠിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അത്രയും പറഞ്ഞതിന് ശേഷം ആ ചരിത്രത്തിൻ്റെ ഭാഗം അങ്ങ് കൺക്ലൂഡ് ചെയ്തിട്ട് ദൈവശാസ്ത്രത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ പ്രവേശിക്കുകയാണ്. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിൽ കടന്നു വന്നതായ ദുരുപദേശം, അതല്ല ഇനി നാം വിശ്വസിക്കേണ്ടത്, അതല്ല ഇനി നാം പ്രസംഗിക്കേണ്ടത്. നാം സത്യസുവിശേഷം വിശ്വസിക്കുകയും അത് പ്രസംഗിക്കുകയും വേണം. അതിനെ ഉറപ്പിക്കാൻ വേണ്ടി ആ സത്യസുവിശേഷം, നമുക്കറിയാം എന്ത് ദുരുപദേശമാണ് ഗലാത്യയിൽ കടന്നു വന്നത്, ഓർക്കുന്നുണ്ടോ? ഒരു വ്യക്തി യേശുവിനെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എങ്കിൽ പോലും അവൻ പരിച്ഛേദന കൂടെ ഏറ്റെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, യഥാർത്ഥമായ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയുള്ളൂ എന്ന് ഈ ജൂഡായിസേഴ്സ് അഥവാ പരിച്ഛേദനക്കാർ അങ്ങ് പഠിപ്പിച്ചു. അപ്പോൾ അതല്ല സത്യം എന്നുള്ള കാര്യം വിശദീകരിക്കാനാണ് ഈ 3ഉം 4ഉം അധ്യായങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ പുറകിലുള്ള ദൈവശാസ്ത്ര സംബന്ധമായ ഒരു ഡിഫൻസ് ആണ് ഇവിടെ കൊണ്ടുവരുന്നത്.
ഗ്രഹിക്കാൻ പ്രയാസമില്ലല്ലോ അല്ലേ? ഉണ്ടോ? ഓക്കെ. 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 3-ാം അധ്യായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണവും വിശുദ്ധീകരണവും. എന്താണ് നീതീകരണം? രക്ഷിക്കപ്പെടുന്ന അനുഭവമാണ് നീതീകരണം. യേശുവിനെ ഒരു വ്യക്തി ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ദൈവം ആ വ്യക്തിയെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്നു. അതാണ് നീതീകരണം. എന്താണ് വിശുദ്ധീകരണം? ദൈവം ഒരു വ്യക്തിയെ നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ആ വ്യക്തി വിശുദ്ധ ജീവിതത്തിൽ വളരുന്ന ഒരനുഭവം, പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്നാണ് അതിനെ വിളിക്കുക. വിശുദ്ധിയിൽ വളരുക. ഇത് രണ്ടും സംഭവിക്കുന്നത് വിശ്വാസത്താൽ മാത്രമാണ്. അതാണ് ഈ അധ്യായത്തിൽ പ്രധാനമായി പൗലോസ് പറയാൻ ശ്രമിക്കുന്നത്. ഈ 3-ാം അധ്യായത്തെ പ്രധാനമായും 3 തലത്തിലുള്ള തെളിവുകളാണ് പൗലോസ് കൊണ്ടുവരുന്നത്. 3 ആർഗ്യുമെന്റുകൾ, അല്ലെങ്കിൽ തൻ്റെ ഈ സ്റ്റാൻഡിനെ പൗലോസ് 3 കാര്യങ്ങളിലൂടെയാണ്, 3 കാര്യങ്ങൾ പറഞ്ഞാണ് അതിനെ ഊട്ടി ഉറപ്പിക്കുന്നത്. ഒന്ന്, എക്സ്പീരിയൻസ്. ഗലാത്യ സഭയോട് അവരുടെ തന്നെ അനുഭവം ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെയല്ലേ നിങ്ങളുടെ അനുഭവം? പിന്നെ എങ്ങനെ നിങ്ങൾ വഴുതിപ്പോയി? പിന്നെ എങ്ങനെ നിങ്ങൾ തെറ്റിപ്പോയി? ഒന്ന്, എക്സ്പീരിയൻസ്. അത് ഇന്ന് നമ്മൾ പഠിക്കും. രണ്ടാമതായി പൗലോസ് തിരുവെഴുത്തുകൾ, പഴയ നിയമ തിരുവെഴുത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, നിങ്ങൾ നീതീകരിക്കപ്പെട്ടതും വിശുദ്ധീകരിക്കപ്പെട്ടതും പെടുന്നതും വിശ്വാസത്താൽ മാത്രമാണ്. അതിന് പഴയ നിയമ തിരുവെഴുത്തുകളെ ആധാരമാക്കുകയാണ്. 3-ാമത്തെ ഒരു ആർഗ്യുമെന്റ് ലോജിക്കാണ്. യുക്തി ഉപയോഗിച്ചുകൊണ്ട് പൗലോസ് തൻ്റെ ആർഗ്യുമെന്റിനെ തെളിയിക്കുകയാണ്. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകളിലൂടെയാണ് 3-ാമത്തെ അധ്യായം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ 3-ാം അധ്യായത്തിന്റെ ഔട്ട്ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണവും വിശുദ്ധീകരണവും എന്നുള്ളതിന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ, തിരുവെഴുത്തുകൾ എന്ന് പറയുമ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ, 3 യുക്തിയുടെ അടിസ്ഥാനത്തിൽ പൗലോസ് തെളിയിക്കുകയാണ്. ഇനി പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ശ്രമിക്കുന്ന ഒരു കാര്യം, ഈ തെറ്റിപ്പോയ ഗലാത്യരുണ്ടല്ലോ, അവർ സത്യസുവിശേഷത്തിൽ നിന്ന് ഈ പരിച്ഛേദനക്കാരുടെ ഉപദേശത്തിലേക്ക് ഒഴുകിപ്പോയി, തെറ്റിപ്പോയി. അവരെ മടക്കിക്കൊണ്ടുവരുവാൻ, ഡിസ്വേഡ് ചെയ്യാൻ, അവരുടെ ഉള്ളിൽ കടന്ന ദുരുപദേശത്തെ കൊടഞ്ഞു കളഞ്ഞേച്ച് അവരെ പുറത്തു കൊണ്ടുവന്ന് സത്യസുവിശേഷത്തിൽ ഉറപ്പിക്കാനാണ് പൗലോസ് ഇവിടെ ശ്രമിക്കുന്നത്. മോശൈക ന്യായ പ്രമാണത്തിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മാത്രം ആശ്രയിക്കുക, അത് ഊട്ടി ഉറപ്പിക്കാനാണ്. ഞാൻ ഈ ഭാഗത്ത് വേറൊരു ഔട്ട്ലൈനും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് 2 വാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ഔട്ട്ലൈൻ കൊണ്ടുവരുന്നത്. പൗലോസ് ഇവിടെ 3-ാം അധ്യായത്തിന്റെ, ഞാൻ ആ 3-ാം അധ്യായത്തെ 2ആയിട്ട് തിരിക്കുകയാണ്. 3:1 മുതൽ 4:7 വരെ ഉള്ള വാക്യങ്ങളെ 2ആയിട്ട് തിരിച്ചിട്ട് ആദ്യ ഭാഗം 3:1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ പൗലോസ് ലീഗലിസത്തിനെതിരെ ചില വാദങ്ങൾ കൊണ്ടുവരികയാണ്. എന്താണ് ലീഗലിസം എന്ന് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ലീഗലിസം? ദ ബിലീഫ് we can make ourselves acceptable to God by keeping rules. കുറെ നിയമങ്ങൾ അനുസരിച്ച്, പ്രമാണങ്ങൾ അനുസരിക്കുന്നതിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നുള്ള വിശ്വാസമാണ് ലീഗലിസം, നിയമവാദം എന്ന് അതിനെ വിളിക്കും. നിയമവാദം. കുറെ നിയമങ്ങൾ അനുസരിച്ചാൽ ദൈവം എന്ത് ചെയ്യും? പ്രസാദിക്കും. അതാണ് നിയമവാദം. പക്ഷെ പൗലോസ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് അല്ല, അങ്ങനെയല്ല. അങ്ങനെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, 3:19 മുതൽ 4:7 വരെയുള്ള വാക്യങ്ങൾ മറ്റൊരു വാക്ക് അവിടെ ഉപയോഗിക്കുകയാണ്. പൗലോസ് ആ വാക്ക് ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ ആശയം അതാണ്. നോമിസം. എന്താണ് ഈ നോമിസം എന്ന് പറഞ്ഞാൽ? നോമിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ
ഗവേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ എത്ര നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: ദ ബിലീഫ് ദാറ്റ് വി നീഡ് ടു മേക്ക് ലോ ദ റൂളിംഗ് ഗവർണർ ഓഫ് അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിന്റെ റൂളിംഗ് ഗവർണറായിട്ട് ആരെ മാറ്റണം? നിയമങ്ങളെ മാറ്റണം. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, കുറെ നിയമങ്ങളാണ് ജീവിതത്തിന്റെ വിശുദ്ധിയെ, ജീവിതത്തിന്റെ ആത്മീയതയെ നിർവചിക്കുന്നത്. ഇത് രണ്ടും അല്ലെന്നാണ് പൗലോസ് ഈ ലേഖനത്തിൽ, പ്രത്യേകിച്ച് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4-7 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയാമോ? നമ്മൾ വചനം പഠിക്കാൻ വന്നവരാണല്ലോ. ഒരു പ്രസംഗം കേട്ട് പോവുകയായിരുന്നെങ്കിൽ ഈ വാക്കുകളൊന്നും അറിയണ്ട, ഇത് പറയാനും ഞാൻ മെനക്കേടില്ല. കാരണം എന്നാ, തലയ്ക്ക് മേടി കൂടെ പോകും. ഇത് വിശദീകരിക്കണേ തന്നെ കുറച്ച് സമയം വേണം. അപ്പോൾ പ്രസംഗത്തിലൊന്നും നമുക്കിത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ബൈബിൾ സ്റ്റഡിയിൽ നമ്മളിത് പറയണം. കാരണം നമ്മുടെ ഉള്ളിലും ചിലപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് ചില റൂൾസിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? ഒരാൾ ആത്മീയനാണെങ്കിൽ ഈ നിയമം തെറ്റിച്ചോ ആ നിയമം തെറ്റിച്ചോ എന്നാണ് നമ്മൾ പലപ്പോഴും ആത്മീയതയെ അളക്കുന്നത്. ഇതൊരു വലിയ അപകടം പിടിച്ച ആത്മീയതയാണ്. നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ പ്രത്യേകിച്ച് നവീകരണം സംഭവിച്ചു എന്ന് പറയുന്ന സഭകളിൽ പോലും യഥാർത്ഥ ആത്മീയതയിലേക്കല്ല അവർ പോയത് ഞാൻ ഈ അവരെന്നുള്ള വാക്ക് പറഞ്ഞതിൽ എന്നോട് ക്ഷമിക്കുക, നമ്മൾ പോയത് എങ്ങോട്ടാണെന്നറിയാമോ? ഈ ലീഗലിസത്തിലേക്കും നോമിസത്തിലേക്കുമാണ്. ആത്മീയതയെ കുറെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർവചിച്ചു. ഇതൊരു വലിയ അപകടമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഗലാത്യ ലേഖനം പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് സത്യസുവിശേഷത്തിൻ്റെ ആ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ്. സുവിശേഷം നമ്മളെ ആരെയും ബന്ദികളാക്കുകയില്ല. സുവിശേഷം നമ്മെ എപ്പോഴും എന്ത് ചെയ്യുകയുള്ളൂ? സ്വതന്ത്രരാക്കും. കർത്താവ് പറഞ്ഞെന്താ? സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമുക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ കർത്താവിന്റെ പുറകെ വന്നില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നെന്ന്? അങ്ങനെ തോന്നുന്നതിന്റെ കാരണം എന്നാണെന്നറിയാവോ? നമ്മൾ ഈ ലീഗലിസത്തിലോ അതുമല്ലെങ്കിൽ നോമിസത്തിലോ ആണ് കുടുങ്ങിപ്പോയിരിക്കുന്നത്. ആത്മീയതയിലല്ല നമ്മൾ വന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പെടാൻ സാധ്യതയുള്ള ഒരു അപകടത്തിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. ആ അപകടങ്ങളിൽ 2 എണ്ണമാണ് ഇവിടെ ഞാൻ പറഞ്ഞത്: ലീഗലിസോ നോമിസോ എന്ന് പറഞ്ഞാൽ കുറെ നിയമങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മീയതയെ നിർവചിക്കുക. ഇനി നമുക്ക് ആ 3-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഞാനിത് ഓരോ വാക്കുകൾ ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നത് ഈ ലീഗലിസം, നോമിസം, ഇതിനു മുമ്പ് ഒരിക്കലും വേറെ ചില വാക്കുകളൊക്കെ പറഞ്ഞായിരുന്നു. ലൈസൻസ് ഓർക്കുന്നുണ്ടോ? അങ്ങനെ ചില വാക്കുകളൊക്കെ ഇടയ്ക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ലൈസൻസും അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല ആത്മീയത, അതും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, 3-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയത് ആർ? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്രേ എന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്തത്. ഈ 5 വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ച ഏറ്റവും മൂർച്ചയുള്ളൊരു വാക്കാണ് നമ്മൾ ആദ്യം തന്നെ വായിക്കുന്നത്. 3:1. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ഒരാളെ നോക്കിയിട്ട് ബുദ്ധിയില്ലാത്തവനെന്ന് വിളിക്കിയാൽ വളരെ ഷാർപ്പായ വാക്കാ, അല്ലേ? നീ പറഞ്ഞത് ബുദ്ധികേടാന്ന് പറഞ്ഞാൽ
അത് പിന്നെ ഒരു സമാധാനമുണ്ട് അല്ലേ. നീ പറഞ്ഞത് മണ്ടത്തര, നീ കാര്യം ബുദ്ധിമാനൊക്കെയാണ്, പക്ഷെ ആ പറഞ്ഞത് മണ്ടത്തരമാണെന്ന് അതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താ? നീ പറഞ്ഞത് മണ്ടത്തരമെന്നല്ല, നീയേ ബുദ്ധിയില്ലാത്തവനാ. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. എന്തിനാ വാക്ക് ഉപയോഗിച്ചത്? ഈ ഉറങ്ങിക്കിടക്കുന്ന ആളെ വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ നമ്മൾ പതുക്കെ ചെന്ന് തലോടിയ ആരെയും എഴുന്നേക്കുമോ? ഇവിടെ പൗലോസ് ഇവരെ ഒരു ദുരുപദേശത്തിൽ ഉറങ്ങിക്കിടക്കുക, അവരെ ഒന്ന് തട്ടി ഉണർത്തണം. അതിനുവേണ്ടി വളരെ ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ ഇവിടെ സംസാരിക്കുന്നത്. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവര് ഈ ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് ദുരുപദേശത്തിൽ വിശ്വസിച്ച് കിടക്കുന്നവരൊന്ന് തട്ടി ഉണർത്താനുള്ള പൗലോസിന്റെ വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് ഇന്റലക്ച്വലി ഫൂളിഷ് ആണെന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങളൊക്കെ ഒരു ബുദ്ധിയില്ലാത്തവരാണെന്നുള്ള അർത്ഥത്തിലല്ല. നേരെ മറിച്ച് ആത്മീയ ജീവിതത്തിൽ ഒരു ശ്രദ്ധയില്ലാത്തവരെ എന്ന് അവരെ അഡ്രസ്സ് ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴാണ് ബുദ്ധിയില്ലാത്തവരായി പോകുന്നതെന്ന് അറിയാവോ? നമുക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല, ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തുന്നില്ല എങ്കിൽ നമ്മൾ ബുദ്ധിയില്ലാത്തവരെ പോലെയായി. നമ്മുടെ ആത്മീക ജീവിതം നമുക്ക് ഭയങ്കര ബുദ്ധിയല്ലേ. നമ്മളൊക്കെ നമ്മൾ പഠിച്ചതും നമ്മൾ ചെയ്ത ജോലിയൊക്കെ നോക്കിയാൽ അല്ലേ, എത്ര ഉന്നതമായ ജോലിയും എത്ര ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ നമുക്ക് ലഭിച്ചു. ലോകപ്രകാരം നോക്കിയാൽ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും വളരെ ബുദ്ധിമാന്മാരായ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആത്മീയതയിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര അന്ധവിശ്വാസികളായിട്ട് ആളുകൾ അങ്ങ് മാറും. ഇതാണ് ഭയങ്കര അപകടം. ഇതാണ് അപകടം. ആത്മീയതയിലേക്ക് വരുമ്പോൾ ദൈവത്തെ വളരെ ബുദ്ധിയില്ലാത്തവരെ പോലെ നമ്മൾ ദൈവത്തെ സേവിക്കുന്നു. ഇത് മാറണം. അതാണ് ഇവിടെ പൗലോസ് പറയുന്ന വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നുള്ള വാക്ക്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഹൈലൈറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് എന്നെ വളരെ ടച്ച് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. എന്താണ് അവരോട് പറഞ്ഞത്? യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയത് ആർ? നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തി യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ കണ്ണിന്റെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുന്ന ഒരു ചിത്രം എന്തിൻ്റെയാണെന്നറിയാമോ? ക്രൂശിക്കപ്പെട്ട യേശുവാണ്. ക്രൂശിക്കപ്പെട്ട യേശുവിലുള്ള വിശ്വാസമാണ് ഒരുവനെ രക്ഷയിലേക്ക് നയിക്കുന്നത്. അതുമല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആണിക്കല്ലെന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇവരുടെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ വളരെ വ്യക്തമായി സ്പഷ്ടമായി വരച്ച് കിട്ടി. എന്നിട്ടും അവരെന്ത് ചെയ്തു? തെറ്റിപ്പോയി. യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന സത്യങ്ങൾ ക്രൂശിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ പൗലോസ് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ? ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ ധ്യാനിച്ചിരുന്നു എങ്കിൽ, ആ ക്രിസ്തുവിങ്കിലേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും നോക്കിയിരുന്നു എങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകില്ലായിരുന്നു. അതാണ് അവിടെ പറയുന്നത്. എന്നിട്ടും നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാ. ഇവിടെ ആഭിചാരം ചെയ്തതിനെ കുറിച്ചല്ല, ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവരിങ്ങനെ തെറ്റിപ്പോയതിനെ പൗലോസ് പറയുകയാണ്. ഈ കണ്ണ് കെട്ടിപ്പോവുക അല്ലേ, കണ്ണ് കെട്ടിപ്പോവുക എന്ന് പറയും. ഇത്ര കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിനെ വരച്ചു കിട്ടിയിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ കണ്ണ് കാണാത്തവരെ പോലായത്? ക്ഷുദ്രം ചെയ്ത് മയക്കി വേറെ ഏതോ ആത്മാവിനാൽ ഇങ്ങനെ നയിക്കപ്പെടുന്നത് പോലെ നിങ്ങൾ പോകുന്നത് എന്താണ്? ഇതാണ് പൗലോസ് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ ഒരു ചിന്ത ഇവിടെ നിന്ന് പറയാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും പിന്മാറിപ്പോകുന്നു, ആത്മീയ ജീവിതത്തിൽ ക്ഷീണമുണ്ട്, ആത്മീയ ജീവിതത്തിൽ ഉത്സാഹക്കുറവുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മടങ്ങി ചെല്ലേണ്ടത് എവിടാണെന്നറിയാമോ? കാൽവറി ക്രൂശിലേക്കാണ്. കാൽവറി ക്രൂശിനെ ധ്യാനിക്കുക.
Meditate the death of Christ to come back from our backsliding. നമ്മുടെ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരാൻ കാൽവരി ക്രൂശിനെ ധ്യാനിക്കുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്നായിരിക്കും എന്നറിയാവോ? നമ്മൾ ഭയങ്കര ഒരു പ്രാർത്ഥിക്കാൻ ശ്രമിക്കും, ഭയങ്കരമായിട്ട് ബൈബിൾ വായിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പെട്ടെന്നൊരു ധ്യാനയോഗത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കും. ഇതൊന്നും തെറ്റാണെന്നല്ല. പക്ഷെ ആ കാൽവരി ക്രൂശിലേക്ക്, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിങ്കിലേക്ക് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ധ്യാനം മടങ്ങി വരുമ്പോഴാണ് നാം യഥാർത്ഥമായി ഉണർത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഒരു വേക്കപ്പ് കോളാണ്, അവരെ തട്ടി ഉണർത്തുകയാണ്. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കേ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ക്രൂശിനെ ധ്യാനിച്ചാൽ എന്ത് ചെയ്താൽ മതി? ധ്യാനിച്ചാൽ നിങ്ങൾ ആത്മീയമായിട്ട് ഉണർത്തപ്പെടും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്തിനാണ് ഈ യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തെ കർത്താവ് തൻ്റെ ഈ അപ്പം നുറുക്കുകയും വീഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ? നമ്മൾ കൂടി വരുമ്പോഴൊക്കെ ഇത് ചെയ്യാറുണ്ടല്ലേ? ഈ അപ്പം നുറുക്കും, പാനപാത്രം പങ്കുവെക്കും. ഇതെന്തിനാ യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തെ ഓർക്കുന്നത്? എന്തിനാ ഓർക്കുന്നത്? ഇതാ കാര്യം. നമ്മൾ ഈ സത്യ ഉപദേശത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കണമെങ്കിൽ കൂടെ കൂടെ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം, എൻ്റെ കർത്താവ് എൻ്റെ പാപത്തിനു വേണ്ടി യാഗമായതിലൂടെയാണ് എൻ്റെ രക്ഷ. ഈ സത്യത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു പോകുന്ന ആൾക്കാരല്ലേ? അങ്ങ് മറന്നു. അയ്യോ എനിക്ക് അറിയായിരുന്നു, പക്ഷെ അങ്ങ് മറന്നുപോയി. ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കുറച്ച് നേരം ഓർത്ത് കഴിയുമ്പോൾ നമുക്ക് ഓർമ്മ വരും. കാരണം എന്നാ? അത് നമ്മുടെ ഓർമ്മയുടെ പുറകിൽ എവിടെയോ കിടക്കുന്നത്, ഫ്രണ്ട് പേജിലില്ല. ഓർമ്മയുടെ ഫ്രണ്ട് പേജിലില്ല. നമ്മൾ ഈ എൻ്റെ ബൈബിളിൻ്റെ ഒക്കെ ഫ്രണ്ട് പേജിൽ ഞാൻ എപ്പോഴും ഓർത്തിരിക്കാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഒരു ഓർമ്മപ്പെടുത്താൻ വേണ്ടിയേ. എൻ്റെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു ഓർമ്മ വേണ്ട കാര്യം, എപ്പോഴും ഓർമ്മ വേണ്ട കാര്യം അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന കാര്യം, നമ്മുടെ ഫോണിൻ്റെ ഒക്കെ വാൾപേപ്പറിലാണ് എന്ത് ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്? ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ ഫോട്ടോ വയ്ക്കുക. അറിയോ? എപ്പോഴും ഓർക്കാൻ. നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്നതുപോലെ നമ്മുടെ മനസ്സിലെപ്പോഴും ഫ്രഷായ ഒരു ഓർമ്മയായിരിക്കണം എൻ്റെ കർത്താവിൻ്റെ ക്രൂശു മരണം. ആ ധ്യാനമാണ് നമ്മുടെ ആത്മീക ജീവിതത്തിൽ യഥാർത്ഥമായി പുതുക്കി നമ്മെ നിർത്തുന്നത്. ഇനി ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേൻ. ഈ ചില ആളുകള് ഇവിടെ ആരെ സൂക്ഷിച്ചു നോക്കാനാ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞേ? യേശുവിനെ. ഇപ്പൊ ചില ആളുകൾ പറയും യേശുവിനെ അല്ല നോക്കേണ്ടത്, പരിശുദ്ധാത്മാവിനെയാണ് നോക്കേണ്ടതെന്ന്. അതൊരു ഡീവിയേഷനാണ് വാസ്തവത്തിൽ സത്യ ഉപദേശത്തിൽ. പരിശുദ്ധാത്മാവിനെ വേണ്ടാന്നല്ല, പരിശുദ്ധാത്മാവിനെ അവഗണിക്കുക എന്നുള്ളതല്ല. അവിടെ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെയും ക്രൂശുമരണത്തിലൂടെ പൂർത്തിയായ രക്ഷയുടെ അനുഭവത്തെയും ഉറപ്പിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇന്ന് നമ്മൾ കൂടുതൽ പറയാൻ പോകുന്നത്, ഇനി അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കുക. എബ്രായർ 2:1 പറയുകയാണ്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ, പുതിയ ആലോചന കേൾക്കാനല്ല. നമുക്കൊക്കെ അങ്ങനെ അല്ലേ? പ്രസംഗം കേൾക്കുമ്പോൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്തൊരു പുതിയ പ്രസംഗം കേൾക്കണം, പുതിയ ആലോചന കേൾക്കണം. പക്ഷേ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു എന്നാ? നിങ്ങൾക്ക് പുതിയ ആലോചന തന്ന് ദൈവം നിങ്ങളെ ഉറപ്പിക്കുമെന്നല്ല, നേരെ മറിച്ച് നിങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടെ, ഒരിക്കൽ കേട്ടതാണ് അത്, ഇപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അത് അധികം ശ്രദ്ധിക്കണം, ഒന്നുകൂടി അതിനകത്തൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. നോട്ട് ഫോർ എ ന്യൂ മെസ്സേജ് ബട്ട് ഫോർ ദ സെയിം മെസ്സേജ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ്. പലപ്പോഴും ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ഒരു അപകടം എന്നാണെന്നറിയാവോ? പുതിയ സന്ദേശത്തിന് വേണ്ടിയുള്ള അലച്ചിലാണ് മനുഷ്യർ.
പുതിയ പ്രസംഗം കേൾക്കാൻ, അത് നമ്മളെ തെറ്റിച്ച് കളയും. മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് ഈ ഗലാത്യ സഭയെ ഉണർത്തിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ അനുഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ എന്നുള്ളത് അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്. 4 സ്റ്റെപ്പുകളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 4 ആർഗ്യുമെന്റ്സ്, 4 വാദങ്ങൾ അവരുടെ അനുഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതൊക്കെയാണ് 4 വാദങ്ങൾ? 1, നോക്കിയേ, 2-ാമത്തെ വാക്യം. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. നിങ്ങൾക്ക് എങ്ങനെയാ പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്? നിങ്ങൾ പരിച്ഛേദനയേറ്റത് കൊണ്ടാണോ? നിങ്ങൾ ഏതെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അനുഷ്ഠിച്ചത് കൊണ്ടാണോ? അല്ലേ അല്ല. ആ ചോദ്യം മാത്രമേ ഉള്ളൂ കേട്ടോ, അവിടെ ഉത്തരം എഴുതിയിട്ടില്ല. ആണെന്നോ അല്ലാന്നോ എഴുതിയിട്ടില്ല. നമ്മുടെ ഈ പിള്ളേരുടെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ട്രൂ ഓർ ഫോൾസ്, ഇന്ന് ട്രൂ അല്ലെങ്കിൽ ഫോൾ, ടി അല്ലെങ്കിൽ എഫ് എഴുതാൻ ഒരു ചെറിയ കോളം ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കോളമൊന്നും അവിടെ ഇല്ല. പക്ഷെ ഇതിന്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ പൗലോസ് പറയുന്നൊരു കാര്യം, നിങ്ങൾ പറയേണ്ട ഒരു കാര്യം ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ഈ കാര്യം ഒന്ന് പറഞ്ഞേ. ഏത് കാര്യം? നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് പരിച്ഛേദന ഏറ്റത് കൊണ്ടാണോ, അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണ്? എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന പ്രസംഗം കേട്ടത് കൊണ്ടാണോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്, അതോ പരിച്ഛേദന ഏറ്റത് കൊണ്ടാണോ, ന്യായപ്രമാണം അനുസരിച്ചത് കൊണ്ടാണോ? എന്താ നിങ്ങളുടെ ഉത്തരം? ഏതാ ഉത്തരം? വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതുകൊണ്ട്. പരിശുദ്ധാത്മാവിനെ ദൈവം ആർക്കും പ്രവൃത്തിയുടെ ഫലമായിട്ട്, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നാ പറഞ്ഞല്ലേ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നേടിയെടുക്കുമെന്നല്ല, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പാരിതോഷികമായി സ്വീകരിക്കുമെന്നല്ല, പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവ് ഒരു ദാനമാണ്. അതാർക്കാ ദൈവം കൊടുത്തത്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വാസത്താലാണ് രക്ഷ എന്നുള്ളതിൻ്റെ 1-ാമത്തെ തെളിവ് പരിശുദ്ധാത്മാവാണ്. നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയും. റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ വായിച്ചാൽ അവിടെ 9-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. 9-ാം വാക്യത്തിന്റെ അവസാന ഭാഗം പറയുകയാണ്, ഒരുവൻ ക്രിസ്തുവിൻ്റെതായെങ്കിൽ അവനിൽ ഒരു കാര്യം ഉറപ്പാണ്. എന്ത്? പരിശുദ്ധാത്മാവ് അവനിലുണ്ട്. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ ആ നിമിഷത്തിൽ അവനിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ടാൽ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ അല്ലാതെ സാധ്യമല്ല. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ച വീണ്ടും ജനനത്തിലൂടെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, ആ നിമിഷം തന്നെ അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് വിശ്വാസത്താലാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്ക് തിരിയുന്നത്? അതാണ് ഗലാത്യരോട് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ഒരു ചോദ്യം. മറ്റൊരു വാക്യം നോക്കിയേ, 1 കൊരിന്ത്യർ ലേഖനം 12:13 നാം വായിക്കുന്ന ഇങ്ങനെയാണ്: യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ഇത് ആരെക്കുറിച്ചാ പറഞ്ഞത്?
ഏക ശരീരമായ ക്രിസ്തുവിന്റെ ഏക ശരീരമായ സഭയുടെ അംഗമായിരിക്കുന്ന യഹൂദനും യവനനും ദാസനും സ്വതന്ത്രനും എല്ലാം ഒരേ സഭയുടെ ഭാഗമാണ്. അതെങ്ങനെയാ ഭാഗമായത്? പരിശുദ്ധാത്മാവിന്റെ സ്നാനത്താൽ. ഒരു വ്യക്തി പരിശുദ്ധാത്മാ സ്നാനം, എപ്പോഴാണ് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്നത്? സഭയുടെ ഭാഗമാകുന്നതിന് തൊട്ടു മുമ്പ്. സഭയുടെ ഭാഗമായത് എങ്ങനെയാ? രക്ഷിക്കപ്പെടുന്നവരെ അവൻ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:42. അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്തു? അവൻ സഭയുടെ ഭാഗമായി. ആ സമയത്ത് തന്നെയാണ് എന്ത് സംഭവിച്ചത്? പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ എപ്പോൾ ലഭിച്ചെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി എപ്പോഴാണോ യേശുവിൽ വിശ്വസിച്ചത് അപ്പോഴാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് പോയി പ്രസംഗിക്കുകയാണ്. യഹൂദനല്ലാത്ത ആദ്യത്തെ ക്രിസ്ത്യാനികളാണ് കൊർന്നല്യോസിന്റെ കുടുംബം. ഈ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോയി പത്രോസ് സുവിശേഷം പറയാൻ പോവുകയാണ്. അങ്ങനെ സുവിശേഷം പറയാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. പത്രോസ് പ്രസംഗം തുടങ്ങി. അതിന്റെ ചരിത്രമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പത്രോസ് പ്രസംഗം തുടങ്ങി. 43-ാം വാക്യം പറയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 44-ാം വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ എപ്പോഴാ ഇത് പരിശുദ്ധാത്മാവ് വന്നത്? വിശ്വസിക്കുന്ന കാര്യം 43-ാം വാക്യത്തിൽ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്ത് ചെയ്തു? അവരുടെ മേല് പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ ചില ആളുകൾ പറയുന്നത് എന്നാണെന്നറിയാവോ? പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ്ടൊക്കെ ചെയ്യണമെന്ന്. ഇത്രയും വലിയ ഒരു അബദ്ധം വേറെ ഇല്ല. പരിശുദ്ധാത്മാവിനെ നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് സാധ്യമല്ല. ഇനി നമ്മുടെ വിശുദ്ധി കൂടുമ്പോഴാണോ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടുന്നത്? ചില ആളുകൾ പറയുന്നത്, നിങ്ങൾ അത്ര വിശുദ്ധനല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാത്തത്. അയ്യോ, നമ്മുടെ വിശുദ്ധിക്കുള്ള പ്രതിഫലമല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവെന്ന ദാനം. ഇവിടെ ഇവരോടും പറയുന്നതാണ്, നിങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത്. ആ നിമിഷത്തിലാണ് നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത്. വിശ്വസിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത്. നമ്മളെ ഒരു കുഞ്ഞിന് ഒരു ടോയ് കാർ മേടിച്ചു കൊടുക്കുക എന്ന് കരുതുക. ടോയ് കാർ, കളിപ്പാട്ടം കാറ് മേടിച്ചു കൊടുക്കുന്ന സമയത്ത് ബാറ്ററി ഇട്ട് ഓടുന്ന കാറാണ്. ബാറ്ററിയും മേടിച്ചു, ബാറ്ററിയും ഇട്ടാ കൊടുത്തത്. അപ്പൊ ഈ കുഞ്ഞ് കാറ് കിട്ടി കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഓ ഇനി ഇതിനകത്ത് ഇടാൻ ബാറ്ററി മേടിക്കണമല്ലോ, ഞാൻ പിന്നെ പണിയെടുത്തേക്കാം. ഏതാ? ഈ കാറിനകത്ത് ബാറ്ററി ഉൾപ്പെടെയാണ് എന്ത് ചെയ്തത്? കാറ് കൊടുത്തത്. പക്ഷെ ഇവൻ അത് വിശ്വസിക്കുന്നില്ല. ഇവൻ പിന്നെയും ബാറ്ററിക്ക് വേണ്ടി, അതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കാറിന്റെ കൂടെ ആ ബാറ്ററി ഉണ്ട് എന്നതുപോലെ രക്ഷ എന്ന ദാനത്തോടൊപ്പമാണ് പരിശുദ്ധാത്മാവെന്ന ദാനവും ദൈവം നമുക്ക് തന്നത്. അതിനുവേണ്ടി ഇനി ഒരു പരിച്ഛേദന ഏൽക്കാൻ പോകേണ്ട കാര്യമില്ല. അതാണ് ഗലാത്യ ലേഖനത്തിലൂടെ ഈ 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാമത്തെ വാദമെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നമ്മുടെ രക്ഷയുടെ പൂർത്തി എന്ന് പറയുന്നതും പരിശുദ്ധാത്മാവിനാലാണ്. നോക്കിയേ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് അപ്പോസ്തലൻ പറയുന്നത്. അതിന്റെ അവസാന ഭാഗം, തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഓരോ വിശ്വാസിയും മുദ്രയിട്ടിരിക്കുക. അത് അവിടെ ഒരു വാക്ക് പറഞ്ഞു, എന്താ? അച്ചാരം. എന്തിന്റെ അച്ചാരമാ? നമ്മുടെ രക്ഷാപൂർത്തിയുടെ അച്ചാരം.
രക്ഷാപൂർത്തിയുടെ അച്ചാരം, നമ്മൾ തേജസ്കരിക്കപ്പെടുന്നതിൻ്റെ, നമ്മൾ കർത്താവിൻ്റെ വരവിൽ തേജസ്കരിക്കപ്പെടും. ആ നിത്യ പറുദീസയുടെ ഉറപ്പിന് ദൈവം അച്ചാരമായി തന്നിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. തുടക്കം മുതൽ അവസാനം വരെ ആരുണ്ട്? പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് എ സെക്കൻഡ് ബ്ലെസ്സിങ്. അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഒരു വ്യക്തി യേശുവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ആ നിമിഷത്തിൽ അവന് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അല്ലയോ ഗലാത്യരെ, നിങ്ങൾ എന്തിനാണ് ഇനി പരിച്ഛേദന ഏൽക്കാൻ പോകുന്നത്? നിങ്ങൾ ഇനി ഒരു പുതിയ കർമ്മം അനുഷ്ഠിക്കാൻ പോകുന്നത് എന്തിനാണ്? പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിച്ചത് ഒരു കർമ്മത്തിൻ്റെയും അനുഷ്ഠാനത്താലല്ല, പിന്നെയോ നിങ്ങളുടെ വിശ്വാസത്താലാണ്. നിങ്ങൾ വിശ്വസിച്ചപ്പോഴാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. അതാണ് ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ വാദം, ക്രിസ്തീയ ജീവിതത്തിന്റെ പുരോഗതി വിശ്വാസത്താലാണ്. പ്രോഗ്രസ് ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ് ബൈ ഫെയ്ത്ത്. ഞാൻ അവിടെ എഴുതിയിരിക്കുന്നതിൽ ഒരു തെറ്റുണ്ട്. അതെങ്ങനോ ടൈപ്പ് ചെയ്തപ്പോൾ ഈ ആത്മാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണല്ലോ പിന്നെ ഈ സ്ലൈഡിലേക്ക് വന്നത്. അപ്പൊ ഫെയ്ത്ത് എന്നുള്ളടത്ത് അറിയാതെ സ്പിരിറ്റ് എന്നായി പോയി, സോറി. ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച, പുരോഗതിയും വിശ്വാസത്താൽ തന്നെയാണ്. നോക്കിയേ, മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. അപ്പൊ തുടക്കം എങ്ങനാ? പരിശുദ്ധാത്മാവിനാലായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പുരോഗതി പരിശോധിക്കുമ്പോഴേ തുടക്കം ആത്മാവിനാൽ, പക്ഷെ പുരോഗതിയും ആത്മാവിനാൽ തന്നെയാണോ, അതോ പിന്നെ എന്തിനാ ജഡത്തിലേക്ക് പോകുന്നത്? നിങ്ങൾ ആത്മാവിനാൽ എന്ത് ചെയ്തു? ക്രിസ്തീയ ജീവിതം ആരംഭിച്ചു. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ജഡം കൊണ്ടാണോ സമാപിക്കുന്നത്? ഒരു കൃഷിക്കാരൻ ഒരിക്കൽ, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ട്രാക്ടറൊക്കെ ഉണ്ട്. അവര് പരമ്പരാഗതമായി കൃഷിക്കാരാ. അപ്പോൾ ഒരു ദിവസം ഈ മണ്ണൊരുക്കാൻ വേണ്ടി ട്രാക്ടറിൽ ഇങ്ങനെ ഉഴുതുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കുറച്ച് ഉഴുത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു നൊസ്റ്റാൾജിയ അടിച്ചു. ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ കാളവണ്ടി കൊണ്ടായിരുന്നു നില ഉഴുതുകൊണ്ടിരുന്നത്. പുള്ളി ആ ട്രാക്ടർ അവിടെ നിർത്തി വെച്ച് വീടിന്റെ പുറകുവശത്ത് പോയി നോക്കിയപ്പോൾ അവിടെ ആ പഴയ കലപ്പ ഇരിപ്പുണ്ട്. വീട്ടിൽ 2 കാളയുണ്ട്, കൃഷിക്കാരാണല്ലോ. ഈ 2 കാളേനെ പിടിച്ചുകൊണ്ട് വന്നു. ഈ 2 കാളയുടെയും കഴുത്തേലേക്ക് ആ നുക വന്നു വെച്ചു. എന്നിട്ട് അങ്ങ് ഉഴാൻ തുടങ്ങി. നല്ല സുഖമായി ട്രാക്ടറിൽ ഉഴാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ ഇടയ്ക്ക് വെച്ച് എങ്ങോട്ട് മാറിയെന്നറിയാമോ? ഇടയ്ക്ക് വെച്ച് കാളയും കൊണ്ട് ഉഴാൻ തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങനെ പൂർത്തിയാവും? 2 മണിക്കൂർ കൊണ്ട് ഉഴുതു തീരേണ്ട ആ കണ്ടം 2-3 ദിവസമെങ്കിലും എടുക്കും എന്ന് പറഞ്ഞാൽ ഇത് ഇടയ്ക്ക് വെച്ച് മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഇടയ്ക്ക് വെച്ച് ട്രാക്ടറിൽ നിന്ന് കാളവണ്ടിയിലേക്ക് മാറിയപ്പോൾ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയെ അത് ബാധിച്ചു. ഇതാണ് നമുക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പുരോഗതി അതും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ചില ആളുകൾ വിചാരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പിന്നെ ദൈവത്തിലെ ആത്മാവ് നമ്മളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ബോധം വരുത്തി നമ്മളെ രക്ഷയിലേക്ക് നയിക്കും. പിന്നെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് നമ്മുടെ എന്തോ അധ്വാനമാണെന്നാണ് ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് നമ്മുടെ പരിശ്രമം കൊണ്ടല്ലേ? ഒരിക്കലും നമ്മുടെ പരിശ്രമം കൊണ്ട് എത്താവുന്ന ഒരിടമല്ല നിത്യ പറുദീസ. ഇവിടെ പൗലോസ് ജഡം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്താണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുക? ചിലർ വിചാരിക്കുന്നത് അത് കൈയും കണ്ണും കാതും ശരീരമാണെന്ന്. അല്ല, ഈ ജഡം എന്ന വാക്ക് പൗലോസിന്റെ ലേഖനങ്ങളിൽ ശരീരം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇവിടെ ഈ ജഡം എന്നുള്ള വാക്കിന്റെ അർത്ഥം
നമ്മളിലെ ആ പഴയ പാപപ്രകൃതിയാണ്, പാപ സ്വഭാവം. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആ വ്യക്തിക്കുള്ള പാപത്തിനോടുള്ള ഒരു കീഴ്പ്പെട്ട സ്വഭാവം ഉണ്ടല്ലോ, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പാപ സ്വഭാവം എന്ത് ചെയ്യുകയാണ്? ഒരുവനെ ഇടയ്ക്ക് വെച്ച്, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്? പാപ സ്വഭാവം. ഈ ജഡത്തിന്റെ ഒരു പ്രത്യേകതയെ വേദപുസ്തകം പറയുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്ന ആശയം നമുക്ക് കാണാൻ കഴിയും. ഈ ന്യായപ്രമാണത്തെ നമ്മുടെ ജഡത്തിന്റെ പരിശ്രമം കൊണ്ട് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെല്ലാം നമ്മുടെ പരിശ്രമം കൊണ്ട് അനുസരിക്കാൻ കഴിയില്ല. അതാണ് ഈ ജഡത്താലുള്ള ബലഹീനത നിമിത്തം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെ അത് കഴിയും? അതാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ. നമ്മുടെ ഈ ജഡം ബലഹീനമാണ്. നമ്മളെ കൊണ്ട് ഈ ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഇടയ്ക്ക് വെച്ച് ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് ഈ പഴയ പഴയ കാള കൊണ്ട് ഉഴാൻ പോകുന്നത്? മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പരിശ്രമം കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഈ യാഥാർത്ഥ്യം നമ്മളൊന്നങ്ങ് അംഗീകരിക്കണം. വലിയ പാടാ കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു പരിശ്രമം കൂടെ ഇല്ലെങ്കിൽ ഒരു തൃപ്തിക്കുറവല്ലേ. നമ്മളായിട്ടൊന്നും ഒരു 5 പേര് കൂടി ഒരു ചെമ്പ് എടുത്തു വെക്കുക, നമ്മളവിടെ ഇങ്ങനെ കൈ കെട്ടി നിൽക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിലൊരു കുറ്റവും ഞാനായിട്ടൊന്നും എൻ്റെ ഒരു അപ്പൊ നമ്മൾ ചുമ്മാ സൈഡിൽ പോയി ഇങ്ങനെ പിടിക്കണ പോലെ ഒന്ന് കാണിക്കും. കാരണം എന്നാ, ഞാനും മറ്റേ പുള്ളിയും കൂടെയാണ് പാമ്പിനെ കൊന്നത് അല്ലേ? ആരൊക്കെയാ? ഞാനും അങ്ങനെ പറയുമല്ലോ, നമ്മള് ഒരു പഴഞ്ചൊല്ലി പറയില്ലേ, ഞാനും മറ്റേ പുള്ളിയും കൂടെയാണ് പാമ്പിനെ കൊന്നേന്നോ? ഓ, എല്ലാവർക്കും അറിയാവുന്ന. ഓ, മറന്നുപോയി, സാരമില്ല. അതെയോ ആണല്ലയോ, ഞാനും നീർക്കോലി പറയുക പോട്ടെ എന്ന് പറഞ്ഞ ഞാനും നരേന്ദ്രമോദിയും കൂടെയാണ് ഡൊണാൾഡ് ട്രംപിനെ ഒതുക്കിയെന്ന് പറയുന്ന പോലെ ഇരിക്കും. പോട്ടെ, ഇപ്പൊ മനസ്സിലായി, കാര്യം മനസ്സിലായല്ലോ. ഞാനും മോദിയും കൂടി എന്ത് ചെയ്തു? അപ്പം എനിക്കെന്ത് പങ്കുണ്ട്? ഞാൻ ഇവിടെ ഇരുന്ന് അതിനെ കുറിച്ചൊക്കെ ഒരു പഞ്ചായത്തിലൊക്കെ പറഞ്ഞു. മോദിയാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാത്തതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു തൃപ്തിക്കുറവാണ്. ഇതെന്തുകൊണ്ടാണ് ഈ തൃപ്തിക്കുറവെന്ന് ചോദിച്ചാൽ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ പരിമിതിയാണത്. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസത്താൽ മാത്രമേ, പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ? ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനായിട്ട് കഴിയുള്ളൂ. റോമാലേഖനം 8-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്: ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. നമ്മൾ ഈ ജഡം കൊണ്ട് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ നോക്കിയാലും അത് ആത്മാവിന്റെ പ്രമാണത്തോടുള്ള ശത്രുത്വമാണ്. നമ്മുടെ പരിശ്രമം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് നമ്മൾ വിചാരിച്ചാൽ അതൊരു പ്രശ്നം പിടിച്ച ആത്മീയതയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. ഈ യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ ജഡ സ്വഭാവം അതാ. അവിടെ ചില വാക്കുകളൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ട വാക്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ അത്രയും വിശദീകരണത്തിലേക്ക് കയറുന്നില്ല, കാരണം അത് പിന്നെ റോമാലേഖനത്തിന്റെ പഠനമായി മാറും. അതുകൊണ്ട് ഞാൻ ആ ഗലാത്യ ലേഖനത്തിന്റെ ഒരു സ്കോപ്പിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത്. അവർ തുടങ്ങിയത് ആത്മാവിനാലാണ്, അവർ പൂർത്തീകരിക്കേണ്ടതും പരിശുദ്ധാത്മാവിനാൽ തന്നെയാണ്. ഗലാത്യ ലേഖനത്തിൽ തന്നെ ഒരു വാക്യം വായിച്ചാൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഗലാത്യർ 5:5, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള
പ്രത്യാശാ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ഞങ്ങൾ എങ്ങനെയാ കാത്തിരിക്കുന്നത്? ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഞങ്ങളുടെ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശാ നിവൃത്തി, നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണം, അതെങ്ങനെയാ കാത്തിരിക്കുന്നത്? ആത്മാവിനാൽ, എൻ്റെ പ്രവൃത്തിയാലല്ല. മനസ്സിലാവുന്നുണ്ടോ? ആ വ്യത്യാസം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ദ ഫ്യൂട്ടിലിറ്റി ഓഫ് സഫറിങ്. ഗലാത്യ സഭയോട് പൗലോസ് ചോദിക്കുന്ന മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ. ഇന്ന് നമ്മൾ വായിച്ച എല്ലാ വാക്യത്തിലും ഒരു ചോദ്യമുണ്ട്. ചോദ്യചിഹ്നമുള്ള വാക്യങ്ങളല്ല. ഇന്ന് വായിച്ച 5 വാക്യവും ചോദ്യചിഹ്നമുണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക്. 4-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്രേ എന്ന് വരികിൽ. ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഗലാത്യയിലെ സഭ, അവര് ക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷം അവരൊത്തിരി കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഒരുപാട് കഷ്ടതകൾ അവരനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഈ കഷ്ടതകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പരിച്ഛേദനക്കാരായിട്ട് ജീവിക്കാനായിരുന്നു താല്പര്യമെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചത്? വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ ഈ ത്യാഗം സഹിച്ചത് എന്തിനാ? ഈ സ്റ്റാൻഡ് എടുക്കാനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ എടുക്കാമായിരുന്നല്ലോ, ഒരു കഷ്ടപ്പാടും വരില്ലായിരുന്നല്ലോ. നിങ്ങളിങ്ങനെ വിശ്വാസത്താലാണ് നീതി എന്ന് വിശ്വസിച്ചത് കൊണ്ടല്ലേ മറ്റുള്ളവർ നിങ്ങളെ ഉപദ്രവിച്ചത്, നിങ്ങളെ ഒറ്റപ്പെടുത്തിയത്, നിങ്ങളെ പരിഹസിച്ചത്, നിങ്ങളെ മാറ്റി നിർത്തിയത്. നമ്മൾ ഈ വിശ്വാസത്തിന് വേണ്ടി സ്റ്റെപ്പുകൾ എടുത്ത് വെക്കുമ്പോൾ കഷ്ടത വരും. പക്ഷെ നമ്മൾ പിന്മാറിപ്പോയാൽ ആ കഷ്ടത മാറുകയും ചെയ്യും. ഒരിക്കൽ എന്നോടൊരാൾ പറഞ്ഞു, ബ്രദറെ, ഇപ്പോ ഞങ്ങളുടെ കൂടെ വന്ന പഴയ പോലെയുള്ള കഷ്ടപ്പാടൊന്നുമില്ല, അല്ലെങ്കിൽ നാണക്കേടും മാനക്കേടും ഒന്നും ഇല്ലെന്ന്. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയതുകൊണ്ടാന്ന് പറഞ്ഞു. നിങ്ങൾ വിശ്വാസത്തിൽ ആ തീഷ്ണതയോടെ ആയിരുന്നു നിന്നിരുന്നതെങ്കിൽ ആദ്യകാലത്തുള്ള ഉപദ്രവത്തിൽ നിന്ന് ഒരു കുറവും വരില്ലായിരുന്നു. കാരണം എന്നാ? നിങ്ങളിപ്പോ ഉപദ്രവം വരാതിരിക്കാൻ ഇച്ചിരി പുറകോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി. ഒറ്റപ്പെടൽ വരാതിരിക്കാൻ വേണ്ടി കോംപ്രമൈസിങ് ഫെയ്ത്തിലേക്ക് പോയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉപദ്രവമില്ലാത്തത്. പണ്ടത്തെ പോലെ സമൂഹം നമ്മളെ മാറ്റി നിർത്തുന്നില്ലെങ്കിൽ, കളിയാക്കുന്നില്ലെങ്കിൽ, ഒറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം യു ആർ കോംപ്രമൈസിങ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് ഗലാത്യരോട് പറയുകയാണ്, നിങ്ങൾ ഈ കഷ്ടത സഹിച്ചത്, നിങ്ങൾ ഈ കഷ്ടപ്പാടുകൾ ഏറ്റത്, വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിച്ചത്, വേദന അനുഭവിച്ചത്, ഇങ്ങനെ മാറാനാണെങ്കിൽ പിന്നെ എന്തിനാ? അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 21, 22 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ഗലാത്യ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തുള്ള സഭകളിൽ ഉണ്ടായ കഷ്ടതകളെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. ആ പട്ടണത്തിലും, ദർബ എന്ന പട്ടണത്തിലാണ്, 20-ാമത്തെ വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ദർബ എന്ന പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോരുക. കഷ്ടങ്ങളിലൂടെയാണ് അവർ പോയത്. പക്ഷെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ യഹൂദ മതത്തിലേക്ക് പോകാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പാട് സഹിച്ചത്? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ് തന്റെ കഷ്ടതയെക്കുറിച്ച് ഇങ്ങനൊരു കമന്റ് പറയുന്നുണ്ട്. നോക്കിയേ, ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? കണ്ടോ? ഈ നിങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറിയ ഈ ഉപദേശമാണ് ഞാൻ പ്രസംഗിക്കുന്നതെങ്കിൽ എനിക്ക് ഉപദ്രവം സഹിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഐ ബിക്കേം എ കോംപ്രമൈസിങ് ക്രിസ്ത്യൻ. നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വിശ്വാസം ഉറക്കെ പറഞ്ഞതുകൊണ്ട്
പലപ്പോഴും നമ്മൾ കഷ്ടപ്പാടുകൾ, ഉപദ്രവങ്ങൾ, ഒറ്റപ്പെടലുകൾ, നിന്ദകൾ, പരിഹാസങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. അങ്ങനെ സഹിക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വി ആർ നോട്ട് സ്റ്റാൻഡിങ് ഫോർ അവർ ഫെയ്ത്ത് എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ഒരു ചുവടും വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ഒരു ചുവടെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാകും. ഏതെങ്കിലും നിലയിൽ കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. കാരണം ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ. അതാണ് പാട്ടുകാരൻ പാടുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ അവസാനം പറയുന്നത്, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ക്രിസ്തീയ ജീവിതം നയിക്കാൻ യോഗ്യമായൊരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. അത് അമേരിക്കയിലാണെങ്കിലും കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്താണ്. അല്ല, അമേരിക്കയിലാണെങ്കിലും ഭയങ്കര റോമിലാണെങ്കിലും ക്രിസ്തീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി ഉറപ്പോടെ ജീവിച്ചാൽ ഈ ലോകം നമുക്ക് യോഗ്യമല്ല. നമ്മുടെ ജീവിതം വിശ്വാസത്തിൽ കഷ്ടത അനുഭവിച്ചത് വെറുതെയായി പോകരുതെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഗലാത്യർ 2:2 പൗലോസ് ആ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ. എന്തിനാ പൗലോസി എന്ന് പത്രോസിനോട് താൻ പ്രസംഗിക്കുന്ന സുവിശേഷം ശരിയാണോ എന്നൊന്ന് കൺഫേം ചെയ്തത്? ഞാൻ തുടക്കത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പ്രസംഗിക്കുന്നത് വെറുതെ ആയി പോകരുത്, ഞാൻ ഇതൊക്കെ അധ്വാനിക്കുകയും ചെയ്യുന്നത് വേസ്റ്റായി പോകരുത്. ഗലാത്യർ 4:11 പൗലോസ് ഗലാത്യരോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ത്യാഗമൊക്കെ സഹിച്ചത് വെറുതെയായി. അതല്ലേ 3-ാം വാക്യത്തിൽ 3:3 പൗലോസ് പറയുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം വെറുതെയായി പോകരുത്. 1 കൊരിന്ത്യർ 15:1 വാക്യത്തിലും നമ്മൾ അതേ ആശയം കാണുന്നുണ്ട്. 1-2 വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ. പൗലോസ് അവിടെ പറയുന്നത് 1 കൊരിന്ത്യർ 15 ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ അത് വെറുതെയായി പോവരുത് എന്നുള്ള ആഗ്രഹമാണ്. 2 കൊരിന്ത്യർ 6:1 അതേ കാര്യം പറയുന്നു. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത്. നമ്മൾ കഷ്ടപ്പാട് സഹിച്ചത്, നമ്മൾ വിശ്വസിച്ചത്, നമ്മൾ ഓടിയത്, അധ്വാനിച്ചത് വെറുതെയാകരുത്. സത്യസുവിശേഷത്തോട് നമ്മൾ എപ്പോഴെങ്കിലും കോംപ്രമൈസ് ചെയ്താൽ നമ്മുടെ ഈ ഓട്ടോ അധ്വാനമൊക്കെ എന്തായിത്തീരും? വൃഥാവായിത്തീരും. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആകണം ക്രിസ്തീയ ജീവിതത്തിൽ. ഒരു സമയം കഴിയുമ്പോൾ എങ്ങനെ ആയാലും കുഴപ്പമില്ല ബ്രദറെ, എങ്ങനെ ആയാലും കുഴപ്പമില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞ് പോകാനാണെങ്കിൽ വേസ്റ്റ്. ഓടിയതും അധ്വാനിച്ചതും ഒക്കെ വെറുതെയായി പോകാൻ സാധ്യതയുണ്ട്. ഒരു ചെറുപ്പക്കാരനെ കുറിച്ചൊരു സംഭവം വായിക്കാനായിട്ടിടയായി. അവൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് രക്ഷയുടെ ഒരു സന്തോഷത്തിലേക്കൊക്കെ വന്നത്. രക്ഷയുടെ അനുഭവത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കോളേജിൽ അവന് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം കൂട്ടുകാരെപ്പോഴും ഇവനെ ശരിക്ക് പണി കൊടുക്കും. ഞാനും അത് കോളേജിൽ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് പറയുകയാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം കൂട്ടുകാരെപ്പോഴും നമ്മളെ കളിയാക്കും, ഒറ്റപ്പെടുത്തും, പരിഹസിക്കും, മാറ്റി നിർത്തും. ഭയങ്കര പാടാണ്. പക്ഷെ അവൻ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു. വിശ്വാസത്തിന് വേണ്ടി ധൈര്യത്തോടെ നിന്നു. അങ്ങനെ ധൈര്യത്തോടെയൊക്കെ നിന്നു. കോളേജൊക്കെ കഴിഞ്ഞു. ധൈര്യത്തോടെയൊക്കെ നിന്ന് കോളേജ് കഴിഞ്ഞ് പുറത്തിറങ്ങി ജോലി കിട്ടി. ജോലിയൊക്കെ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര കോംപ്രമൈസ് വേണ്ടി വന്നു. ബിസിനസ്സിൽ പച്ച പിടിച്ച് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചില ക്രിസ്തീയ മൂല്യങ്ങളൊക്കെ ഇച്ചിരി കോംപ്രമൈസ് ചെയ്യണം. അവൻ കോംപ്രമൈസ് ചെയ്തു. അവന് ബിസിനസ് ലാഭമായി, ബിസിനസ്സിൽ വളർച്ചയുണ്ടായി, മുന്നോട്ട് പോയി, നന്നായിട്ടൊക്കെ പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവൻ കോളേജിൽ പഠിച്ചപ്പോൾ അവൻ്റെ ഒരു പഴയ കൂട്ടുകാരനെ അവൻ കണ്ടു. ബിസിനസ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ ഭയങ്കര പ്രോസ്പറസ് ആയിട്ട് ബിസിനസ്സിൽ നിൽക്കുക. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, ഇപ്പോഴും പഴയ പരിപാടിയൊക്കെ ഉണ്ടോ?
എന്ത് പരിപാടി? അല്ല, പഴയ പ്രാർത്ഥനയും പാട്ടും ഒക്കെ. അവൻ്റെ തല കുനിഞ്ഞു, അവൻ്റെ ശിരസ് കുനിഞ്ഞു. കാര്യം എന്നാന്നറിയാമോ? അവൻ്റെ ആത്മീക ജീവിതം പുറകോട്ട് പോയി. ഇതേ കൂട്ടുകാർ അവനെ വിശ്വാസത്തിന് വേണ്ടി ഒറ്റപ്പെടുത്തിയതും പരിഹസിച്ചതും കളിയാക്കിയതും ഒക്കെ അവൻ ഓർമ്മ വന്നു. അവൻ അവിടെ ഒരു പുതിയ തീരുമാനമെടുത്തു. ബിസിനസ് നഷ്ടമായാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ക്രിസ്തീയ മൂല്യങ്ങൾ ബലി കൊടുക്കുകയില്ലെന്ന് അവൻ തീരുമാനമെടുത്തു. അവൻ്റെ പിന്മാറ്റത്തിൽ നിന്നും മടങ്ങി വന്നു. പക്ഷെ അവൻ്റെ ബിസിനസ് നഷ്ടമായില്ല. ദൈവം അവനെ അനുഗ്രഹിച്ചു. ഞാൻ പറയട്ടെ, എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തിൽ കുറേ നാൾ ഓടിയതിന് ശേഷം പഴയ കാളവണ്ടി എടുക്കാൻ പോകരുത്. നമ്മൾ ഏത് വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തോ അതിനോട് കോംപ്രമൈസ് ചെയ്യരുത്. സ്റ്റാൻഡ് ഫേം ഫോർ ദ ഫെയ്ത്ത്. നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ കഷ്ടതയ്ക്കും ഒരു നിത്യതയിൽ ഒരു മൂല്യമുണ്ട്. അത് നമ്മൾ വിട്ടുകളയരുത്. നമ്മൾ സത്യസുവിശേഷത്തോട് കോംപ്രമൈസ് ചെയ്താൽ നമ്മൾ വിട്ടുകളയുന്നത് ഈ മൂല്യങ്ങളായിരിക്കും. അവസാനത്തെ ഭാഗത്തേക്ക് വരാം. നാലാമത്തെ കാര്യം. നാലാമത് പൗലോസ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച കൃപാവരങ്ങൾ അത് പ്രവൃത്തിയാൽ ലഭിച്ചതാണോ അതോ വിശ്വാസത്താൽ നിങ്ങൾക്ക് ലഭിച്ചതാണോ? ഗലാത്യർ 3:5 അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്തത്. ദൈവം നിങ്ങളുടെ ഇടയിൽ ഒത്തിരി കൃപാവരങ്ങളെ തന്നിട്ടുണ്ട്, അല്ലേ? നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ വളരെ ദൃശ്യമായി ധാരാളം കൃപാവരങ്ങളുണ്ട്. പത്രോസിന്റെ നിഴല് വീണാൽ പോലും രോഗികൾ സൗഖ്യമാകുമായിരുന്നു. ഇതേ കൃപാവരങ്ങൾ ഗലാത്യ സഭയിലുമുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിലും പല കൃപാവരങ്ങളും ദൈവം തന്നിട്ടുണ്ട്. ഈ കൃപാവരങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നത് നമ്മൾ പരിച്ഛേദനയേറ്റത് കൊണ്ടാണോ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലാണോ? ആണോ? തിരുവചനം പറയുന്നു, ആ ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ്: അല്ല. ദൈവം കൃപാവരങ്ങളെ തന്നത് നിങ്ങൾ പരിച്ഛേദന ഏറ്റതുകൊണ്ടല്ല. പിന്നെ എന്തിനാ നിങ്ങൾ പിന്നെയും പരിച്ഛേദനയുടെ പുറകെ പോകുന്നത്? ഇതാണ് പൗലോസ് അവരോട് ചോദിക്കുന്നതായ ചോദ്യം. ഇന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം കൃപാവരങ്ങളെ സഭയിൽ നൽകിയിരിക്കുന്നത് നമ്മുടെ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ അല്ല. നേരെ മറിച്ച് അത് ദൈവത്തിലുള്ള വിശ്വാസത്താൽ സംഭവിക്കുന്ന പ്രവർത്തികളാണ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആ വാക്യം കോട്ട് ചെയ്യാൻ മറന്നുപോയി. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇതിലും വലിയ പ്രവൃത്തി ചെയ്യുമെന്നാണ് പറഞ്ഞത്, അല്ലേ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവം ഇതിൽ യേശു ചെയ്തതിനേക്കാൾ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ചെയ്യും. ഇന്ന് നമ്മുടെ ജീവിതത്തെ ശാന്തമായി നമുക്ക് പരിശോധിക്കാം. ഞാൻ ചുരുക്കട്ടെ. ന്യായപ്രമാണത്തിൻ്റെ അനുഷ്ഠാനം കൊണ്ട് ഒന്നും കിട്ടാനില്ല. വിശ്വാസത്താൽ മാത്രമേ നമുക്ക് നേടുവാനായിട്ടുള്ളൂ. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ഭയങ്കര ക്ഷാമമായിരുന്നു. ഈ ക്ഷാമം എന്ന് പറഞ്ഞാൽ മഴയില്ലാതെ ക്ഷാമത്തിൽ പോയൊരു ഗ്രാമം. അപ്പോൾ ഒത്തിരി മന്ത്രവാദം ചെയ്തു, ആഭിചാരങ്ങൾ ചെയ്തു, പല പൂജകളൊക്കെ നടത്തി. എങ്ങനെയും എന്ത് ചെയ്യണം? മഴ പെയ്യണം. മഴ കിട്ടാൻ വേണ്ടി ഒത്തിരി അനുഷ്ഠാനങ്ങളൊക്കെ നടത്തി. പക്ഷെ മഴ പെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ചില മിഷണറിമാർ ചെന്നത്. അവരോട് സുവിശേഷം പറഞ്ഞു. അവർ വിശ്വസിച്ചു. ഈ ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു. എന്തായാലും അവർ പ്രാർത്ഥിച്ച് മഴ പെയ്ത് അവരുടെ കൃഷിയൊക്കെ നന്നായി. അവരഭിവൃദ്ധിപ്പെട്ടു. അവർ പള്ളിയിൽ വരാൻ തുടങ്ങി, ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. നല്ല രീതിയിൽ മുന്നോട്ട് പോയി. കൃഷിയൊക്കെ അഭിവൃദ്ധി പ്രാപിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്നെയും ഓർമ്മ വന്നു. അവിടെ സംഭവിച്ചൊരു കാര്യം,
അവർ പതിയെ 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 ഈ പഴയ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും പുറകെ പോയി. എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ വളരെ ഉണർവോടെ മുന്നോട്ട് പോയ സഭ പതിയെ പതിയെ തണുത്തുപോയി. അത് പതിയെ പതിയെ ക്ഷീണിച്ചു പോയി. അത് പതിയെ പതിയെ ശൂന്യതയിലേക്ക് പോയി. ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ഉണർവിനെ നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മൾ ആ പഴയ കാളവണ്ടി കൊണ്ടുള്ള കലപ്പ വെച്ച് ഉഴാൻ പോകുന്നത് കൊണ്ടല്ലേ? പഴയ അടിമ നുഖത്തിലേക്ക് പിന്നെയും പോകുന്നത് കൊണ്ടല്ലേ? വി ഷുഡ് നോട്ട് ഗോ ബാക്ക്. നമ്മൾ പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നെന്താണ് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ കൊണ്ടുപോകാനുള്ളൊരു ചിന്ത? വാട്ട്സ് ഇന്ന് നമ്മൾ പഠിച്ച 1-2 കാര്യങ്ങൾ ഒന്ന് പറയാമോ? ഞാനിതുവരെ റേഡിയോ പോലെ പറയുകയായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഇനി എന്ത് ചെയ്യണം? ബൈ ഫെയ്ത്ത്, നത്തിങ് ടു ആഡ് വിത്ത് ദാറ്റ്. ഒന്നും അതിനോട് കൂട്ടിച്ചേർക്കാനില്ല. വിശ്വാസത്തോടൊന്നും കൂട്ടിച്ചേർക്കണ്ട. ഇനിയും പഴയ കലപ്പ എടുക്കാൻ പോകണോ? ട്രാക്ടർ കൊണ്ട് ഉഴുതുകൊണ്ടിരിക്കുക. ഷുഡ് ബി കോംപ്രമൈസ്? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിക്കണോ? ഷുഡ് ബി കോംപ്രമൈസ് ഇൻ ബിറ്റ്വീൻ? ഞാൻ ഇന്നൊരു കഥ വായിച്ചു. ഒരാളിങ്ങനെ മാരത്തോൺ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ 10 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് പുള്ളി ശ്രദ്ധിച്ചത് കൂടെ ഓടുന്ന ഒരാളുടെ ഷൂ കാണാൻ നല്ല രസമുണ്ട്. അടിപൊളി ഒരു ഷൂ ഇട്ടോണ്ടാണ് ഓടുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിൽ ഒരു കട കണ്ടു, ചില്ലിട്ട കട, ഷൂ വിൽക്കുന്ന കട. ഈ കൂട്ടുകാരൻ ഇട്ടിരിക്കുന്ന ഷൂ ആ കടയിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പുള്ളി വിചാരിച്ചു എന്നാ പിന്നെ ആ ഷൂ മേടിച്ചോ ഇട്ടുകൊണ്ട് ബാക്കി ഓടിയേക്കാം. ഈ ഓടി ആ കടയിലേക്ക് കയറി. കണ്ട വഴി കടക്കാരൻ ചോദിച്ചു, കാരണം മാരത്തോൺ ചാമ്പ്യനായി ഓടിച്ചെന്നിരിക്കുന്നത്, സാറേ എന്തോ വേണം? എനിക്കിതോ ഷൂ വേണമെന്ന് പറഞ്ഞു. വേഗം കടക്കാരൻ ഈ ഷൂ എടുത്തു കൊടുത്തു. ആ ഷൂ എടുത്ത് ഇട്ട് ഓടി. പക്ഷെ പുത്തൻ ഷൂ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം പറ്റി. ഷൂ ബൈറ്റ്. 10 കിലോമീറ്റർ ഏറ്റവും ഫ്രണ്ടിൽ ഓടിക്കൊണ്ടിരുന്നയാള് ഇപ്പൊ ഷൂ ബൈറ്റ് വന്നു കഴിഞ്ഞപ്പോ പഴയ ഓട്ടത്തിന്റെ സ്പീഡ് കുറഞ്ഞു. ഓട്ടത്തിൽ മുടന്താൻ തുടങ്ങി. ഓട്ടത്തിൽ പുറകോട്ട് പോകാൻ തുടങ്ങി. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടോ സമാപിക്കുന്നത്. 3, നമ്മൾ കണ്ടു, നമ്മൾ കഷ്ടത സഹിച്ചത് അല്ലേ? വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ഓർത്ത് നോക്കിയത് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇവിടെയുള്ള പല സഭകളും എത്രയോ കഷ്ടത സഹിച്ചാണ് വിശ്വാസത്തിന് വേണ്ടി നിന്നത്. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ അതിനൊരു 1000 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിതാക്കന്മാർ സഹിച്ചത്. വി ഷുഡ് നെവർ കോംപ്രമൈസ്. വി ഷുഡ് നെവർ കോംപ്രമൈസ്. ചിലപ്പോൾ ചില ചില്ലറ ലാഭം കിട്ടാൻ, ചില ചില്ലറ അംഗീകാരം കിട്ടാൻ വി ഷുഡ് നെവർ കോംപ്രമൈസ് ഇൻ അവർ ക്രിസ്ത്യൻ വോക്ക്. ഏറ്റവും അവസാനം നമ്മുടെ കൃപാവരങ്ങൾ നമുക്ക് ലഭിച്ചത് പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കി ശാന്തമായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. കോംപ്രമൈസ് ഇല്ലാത്തൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജഡത്തിൽ ആശ്രയിക്കാതെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്താൽ ആരംഭിച്ചത്, വിശ്വാസത്താൽ മുന്നോട്ട് കൊണ്ടുപോയി, വിശ്വാസത്താൽ പൂർത്തീകരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം തന്നെ. റോമാലേഖനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്. വിശ്വാസത്താൽ വിശ്വാസത്തിനായി കൊണ്ട്
വിശ്വാസത്താൽ ആരംഭിച്ചിട്ട്, വിശ്വാസത്താൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട്, വിശ്വാസത്താൽ പൂർത്തീകരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വി ഡോണ്ട് ഹാവ് ടു ട്രസ്റ്റ് അവർ ഫ്ലഷ് ഇൻ ബിറ്റ്വീൻ. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ജഡത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിക്കാം.